നമസ്കാരം സാറേ, എനിക്ക് ഡിവോഴ്സ് വേണം സാറേ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ, അല്ലാതെ വക്കീൽ ഓഫീസിലേക്ക് ആരും കുമ്പസാരിക്കാൻ ആരും വരില്ലല്ലോ. നിങ്ങൾ കാര്യം പറ എന്താന്ന്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ വരും. ഞാൻ കുളിച്ച് സുന്ദരിയായി മേക്കപ്പൊക്കെ ചെയ്ത് പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യയായി അങ്ങനെ നിൽക്കണേയിരിക്കും. പുള്ളിക്കാരൻ എപ്പോഴും മീനും വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, മീൻ വാങ്ങിച്ചുകൊണ്ട് വരല്ലേ. ഞാൻ ഇത്രയും കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കണല്ലേ, അത് പുള്ളിക്കാരനെ വിചാരിച്ചൂടെ? പുള്ളിക്കാരൻ എപ്പോൾ 7 മണിക്ക് വന്നാലും അപ്പം മീൻ വാങ്ങിച്ചുകൊണ്ട് വരും. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പോയിട്ട് നാളെ വാ, പെറ്റീഷൻ അടിച്ച് വെച്ചേക്കാം. ഓക്കെ, ഞാൻ പോയിട്ട് നാളെ വരാം സാറേ. പെറ്റീഷൻ റെഡിയാക്കി വെച്ചേക്ക്. താങ്ക് യു സാറേ. പെറ്റീഷൻ വായിക്കട്ടെ. എൻ്റെ ഭർത്താവ് പാതിരാത്രി കള്ള് കുടിച്ചുകൊണ്ട് വെളിവില്ലാതെ കടന്നു വരും. അയ്യോ, അങ്ങേരിന്നേവരാരും പാതിരാത്രിയൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. കറക്റ്റ് 7 മണിക്ക് പുള്ളിക്കാരൻ വരും. അല്ലാതെ ഇന്നേവരെ പാതിരാത്രി വന്നിട്ടില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് ഡിവേഴ്സ് വേണോ? ഡിവേഴ്സ് വേണമെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ എഴുതണം. മീൻ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജ് എടുത്തിട്ട് എറിയും. കേട്ടല്ല? അപ്പോൾ പെറ്റീഷൻ വായിക്കുന്നത് ഫുള്ള് കേൾക്ക്. പറഞ്ഞോ സാറേ. പാതിരാത്രി ആകുമ്പോൾ കള്ള് കുടിച്ച് ഓരോ പെണ്ണുങ്ങളെയായിട്ട് വീട്ടിൽ വന്ന് കയറും. എന്നിട്ട് എന്നെ ഉപദ്രവിക്കലും ദേഹോപദ്രവിപ്പിക്കലും എൻ്റെ വീട്ടുകാരെ ചീത്ത പറയലും ഇതൊക്കെയാണ് എൻ്റെ ഭർത്താവിൻ്റെ മെയിൻ പരിപാടി. ഭർത്താവ് എപ്പോഴും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. എൻ്റെ അടുത്ത് മിണ്ടാറ് പോലുമില്ല. അങ്ങനെയുള്ള കുറേ ഉപദ്രവങ്ങൾ, എപ്പോഴും എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും അങ്ങേര്. സത്യം പറയട്ടെ സാറേ, ഇന്നേ വരെ കള്ള് പോലും അങ്ങേര് കൈകൊണ്ട് തൊടത്തില്ല. അങ്ങേർക്ക് അതിൻ്റെ മണം കേൾക്കുമ്പോഴേ അലർജിയാണ്. പിന്നെ ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല അങ്ങേര്. പിന്നെ എന്നെ ഒരു ഈർക്കൽ വെച്ച് പോലും തല്ലിയിട്ടില്ല. ഇങ്ങനെയുള്ള ആൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ? ഡിവോഴ്സ് വേണമെങ്കിൽ മിണ്ടാതിരിക്കുക അവിടെ. ഞാൻ പറയണത് പോലെ കേട്ടിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറിൻ്റെ അടുത്ത്. ഇന്നേ വരെ എന്നെ ഒരു ഈർക്കൽ വെച്ച് തല്ലിയിട്ടില്ല. അങ്ങേര് മീൻ മേടിച്ചിട്ട് വന്ന കാരണം ഞാനാണ് കഴിഞ്ഞ ദിവസം വെട്ടുകത്തി വെച്ച് തലക്കിട്ടടിച്ച് അങ്ങേര് ആശുപത്രിയിൽ പോയി കിടന്നിട്ട് 2 ആഴ്ച ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർമാർ ചോദിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യനെ എങ്ങനെയാണ് സാറേ ഇങ്ങനെയൊക്കെ പറയണം? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ മീൻ വെട്ടണ്ട. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ മീൻ മേടിക്കാതെയും അങ്ങനെ ഒരു ഇന്ന് ചെയ്ത് നോക്ക്. അതിന് ഞാൻ മീനൊന്നും വെട്ടാറൊന്നുമില്ല. പുള്ളിക്കാരൻ തന്നെയാണ് വെട്ടണത്. പുള്ളിക്കാരൻ തന്നെ വെട്ടിക്കോളും. ഈ അസുഖത്തിന് മരുന്ന്